ഗൂഗിൾ പറഞ്ഞ് നിർത്തിയെടുത്തെന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഗൂഗിൾ അല്ലേ, റാന്നിയിലെ ഒരു സാഹചര്യം എന്താണ്? അപ്പം ഇപ്പോൾ ശ്രീമതി നിത സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ വലിയ ആശ്വാസമുള്ളൊരു വാർത്തയാണ്. എങ്കിലും ഇപ്പോൾ ജാഗ്രത പാലിക്കണം. കാരണം വരും ദിവസങ്ങളിൽ മഴയുടെ ഒരു ശമനം ഉണ്ടാകുമെങ്കിൽ ഇന്ന് വലിയ ജാഗ്രതയോടെ ജനങ്ങൾ കഴിയണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ കേന്ദ്രം മായി ബന്ധപ്പെട്ട ഉന്നത അധികാരികൾ തന്നെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ ഒരു അവസ്ഥ എന്താണ്? റാന്നിയിലടക്കം ഗ്രാമപഞ്ചായത്ത് അടക്കം മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും കെ പി, അങ്ങനെ തന്നെയാണ്. റാന്നിയിലാണ് ഇത്തിരി ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഉള്ളത്. പ്രധാനമായിട്ടും ഈ റാന്നി ഭാഗത്ത് പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. റാന്നി നഗരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപമായിട്ടുണ്ട്. കടകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ടും ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. റാന്നി പെരുമ്പുഴ ഭാഗത്ത് വെച്ച് തന്നെ ഈ പോലീസ് അങ്ങോട്ട് തടഞ്ഞ് അങ്ങോട്ടേക്ക് ആളുകളെ കയറ്റിവിടാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. തൊട്ടപ്പുറത്ത് ഈ നദി കരകവിഞ്ഞ് വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എത്തി അവിടം വരെയുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിക്ക് പെരുമ്പുഴ ഭാഗം വരെ മാത്രമാണ് നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പുറത്തേക്ക് ആ വാഹനം പൂർണ്ണമായിട്ടും കടത്തിവിടാത്തൊരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. എന്തായാലും റാന്നി MLA തന്നെ ഇവിടുത്തെ സാഹചര്യം നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫോഴ്സിനെ അടക്കം ഇങ്ങോട്ടേക്ക് അവർ വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വള്ളങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഉൾഭാഗങ്ങളിലൊക്കെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അല്പം ഈ സ്ഥിതി മോശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും ആളപായമൊന്നും ഇതുവരെ ഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഒപ്പം ഈ കോട്ടാങ്ങൽ പോലെയുള്ള ഭാഗങ്ങളിലും വലിയ വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള ആളുകളെ പ്രധാനമായിട്ടും മറ്റേ ക്യാമ്പുകളിലേക്കും മറ്റുമൊക്കെ മാറ്റി പാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ഇനിയും അങ്ങനെ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പല ഭാഗങ്ങളിലും നദികൾ കരകവിഞ്ഞുകൊണ്ട് ഉള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പമ്പയായാലും അച്ഛൻകോവിൽ നദിയായാലും ഒക്കെ തന്നെ കരകവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ അതീവ ജാഗ്രത നിർദ്ദേശം തന്നെ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകി. ഗൂഗിൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ നിത കെ ഗോപാൽ, തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ, ജനം TVയോട് പ്രതികരിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടാകും. പക്ഷേ നിലവിൽ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ കനത്ത മഴ പെയ്യുമ്പോൾ നാളെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഉണ്ടാകുമെങ്കിലും ഈ മലവെള്ളപ്പാച്ചിലിൽ അതിൻ്റെ ഒരു നാശനഷ്ടങ്ങൾ പിന്നീടായിരിക്കും ഈ തീരദേശ മേഖലകളിലടക്കം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം, നടപടിക്രമങ്ങൾ തന്നെയാണോ ജില്ലാ ഭരണകൂടങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് കെ പി. അതായത് കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും, റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും രാത്രി മുതൽ കനത്ത മഴ പെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളൊക്കെ കൂടുതൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്തായാലും ഈ പുറത്തു വന്ന കണക്കുകൾ തന്നെ വളരെ വലുതാണ്, വ്യാപ്തി കൂടിയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനെയൊക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്, ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് രക്ഷാപ്രവർത്തന നടപടികൾ രാവിലെ തന്നെ തുടങ്ങുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും NDRF ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാന്നി ഭാഗത്ത് കൃത്യമായിട്ട് അനൗൺസ്മെന്റ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് അനൗൺസ്മെന്റ് കൃത്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജനങ്ങളെ ബോധവാന്മാരാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ വലിയ ജാഗ്രത പാലിക്കണം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ നദിയിൽ അനാവശ്യമായി ഇറങ്ങുകയോ അല്ലെങ്കിൽ ദിശ കാണുവാനായിട്ട് വരികയോ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ
കർശന നിർദ്ദേശം തന്നെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറി താമസിക്കേണ്ടവർ അടിയന്തരമായിട്ട് തന്നെ അവിടെ നിന്ന് മാറേണ്ടതാണ് എന്നുള്ള നിർദ്ദേശവും കൃത്യമായിട്ട് ജില്ലാ ഭരണകൂടം നൽകി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളുകളെ കൃത്യമായിട്ട് ജാഗ്രത അവരെ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനവും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള രക്ഷാപ്രവർത്തന നടപടികളും കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും റാന്നി കോന്നി ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും മഴ പെയ്തേക്കാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പക്ഷേ ആ ഒരു ശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ മാറി നിൽക്കുകയാണ് എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് രാവിലത്തെ കഴിഞ്ഞ 2 മണിക്കൂറുകളിലായിട്ട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നദികളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി പെയ്ത മഴയുടെയൊക്കെ ഒലിപ്പ് വെള്ളം വന്ന് പ്രധാന നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പമ്പ, കക്കാട്ടാറ് ഒക്കെ കല്ലാറ് തുടങ്ങിയിട്ടുള്ള ആറുകൾ, പ്രത്യേകിച്ച് അച്ചൻകോവിൽ ആറുകൾ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നദികൾ പലയിടങ്ങളിലും കരകവിഞ്ഞിരിക്കുന്നു. റോഡുകളിലേക്കടക്കം നദിയിലെ വെള്ളം കടന്നു വന്ന് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. പന്തളം, അതോടൊപ്പം തന്നെ സത്രക്കടവ്, ആറന്മുള പോലെയുള്ള ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം ജില്ലയുടെ മലയോര മേഖലകൾ, പ്രധാനമായിട്ടും കോട്ടാങ്ങൽ പോലെയുള്ള മേഖലകൾ, കോന്നി, കൊക്കാത്തോട്, തണ്ണിത്തോട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടടക്കം ഉണ്ടായിട്ട് ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും ബസ് ഗതാഗതം അടക്കം ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കൊക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ബാക്കി രക്ഷാപ്രവർത്തന നടപടികളൊക്കെ കൃത്യമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KP, എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥിതി അങ്ങനെയാണ്. എന്നാൽ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ടൗൺ അടക്കം വെള്ളത്തിനടിയിലാണ്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത്. ജോസഫിൻ എന്ന 18-കാരൻ. ഈ 18-കാരൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ, എന്താണ് നിലവിലത്തെ സാഹചര്യം? അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ മലയോര മേഖല അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട്? കോട്ടയത്തെ മലയോര മേഖലയിലുള്ളത് അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ രാവിലെ മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് ഈ മലയോര മേഖലകളിലെ സ്ഥിതി കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ, ഇന്നലെ രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോയിരുന്നു. മണപ്പാട് ജോണിയുടെ വീടാണ് ഒലിച്ചു പോയത്. ജോണിയുടെ മകൻ ജോസഫിന്റെ 18 വയസ്സുള്ള ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മാതാവ് റെജീനയെ കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 2 പേരാണ് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ജോസഫിനും മാതാവ് റെജീനയും 2 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ ആ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോവുകയായിരുന്നു. ദീർഘനേരം ഇന്ന് പുലർച്ചെ മുതൽ ഫയർവേഴ്സും പോലീസും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തിരച്ചിലിനൊടുവിലാണ് ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മാതാവ് റെജീനയെ കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിലാണ് ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം ഭാഗങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് പരമാവധി ആളുകളെ ഈ ഭാഗത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു. പാലായിലും ഈരാറ്റുപേട്ടയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ജില്ലയിലെ മലയോര മേഖലകളിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ പുലർച്ചെ മുതൽ 5 മണി മുതലുള്ള സമയത്ത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ അത് അവിടെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഏകോപിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഈ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന പയ്യാനിത്തോട്ടം, ഒപ്പം തന്നെ മുണ്ടക്കയം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കോട്ടയം ജില്ലയിൽ ഈ മലയോര മേഖലയിൽ തുടരുന്നു. കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് ഈ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സ്ഥിതിവിശേഷവും. കാലാവസ്ഥ ഏറെ ദുർഘടമാണ്. കനത്ത മഴ ഈ മേഖലകളിൽ തുടരുകയാണ്. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. മണപ്പാട് ജോണിയുടെ ഭാര്യ റെജീനയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആംബുലൻസുകളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഈ ഒരു മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റു മേഖലകളിലും കൂട്ടിക്കലടക്കമുള്ള മൂന്നിലടക്കമുള്ള മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചും രക്ഷാപ്രവർത്തനം. മിഥുൻ പറഞ്ഞതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഇപ്പോഴും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ ദുഷ്കരവുമാണ്, അല്ലേ?